വീട് ചങ്ങനാശ്ശേരി അല്ലേ? ചങ്ങനാശ്ശേരിയാണ് വീട്. രാവിലെ ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. കർത്താവ് സ്പർശിച്ച ഒരു അത്ഭുത സൗഖ്യത്തിന്റെ സാക്ഷ്യം നമുക്ക് കേൾക്കാം. എന്ന് പറയാമോ? 14 വർഷമായി ശരീരത്തിൻ്റെ ഇടതുഭാഗം തളർന്ന രീതിയിലായിരുന്നു. നിരവധി ആയുർവേദ ട്രീറ്റ്മെൻറ്റുകളൊക്കെ നടത്തി. പക്ഷേ പൂർണ്ണമായിട്ട് നടക്കാൻ നല്ല വിഷമമുണ്ട്. നടുവിൻ്റെ ഡിസ്ക് ബൾജായി, കഴുത്തിൻ്റെ ഡിസ്ക് ബൾജായി, മുട്ടിൻ്റെ ലിഗമെൻറ്റിന് പൊട്ടലായി. അങ്ങനെ ഇടതുവശം പൂർണ്ണമായും തടസ്സമായി. പിന്നെ വലതുവശം പതുക്കെ ആ വശവും ബലം കുറഞ്ഞു വന്നു. അങ്ങനെ നടക്കാൻ പറ്റുമെന്നേ ഉള്ളൂ. പക്ഷേ ഭയങ്കര ബലക്കുറവായിരുന്നു. ഇടത് കാലിനും കൈക്കും പൂർണ്ണമായിട്ട് ബലക്കുറവായിരുന്നു. 14 വർഷമായിട്ട് ഈ ഒരു പ്രയാസത്തിൽ ആയിരുന്നു. കർത്താവ് ഇന്ന് തൊട്ടു സൗഖ്യത്തിലേക്ക് നയിച്ചു. ഇവിടെ വന്ന് ധ്യാനം കൂടാം. മക്കളുണ്ട്, 2 മക്കളുണ്ട്. അവരെയും കൂട്ടി ഞാൻ ധ്യാനത്തിന് വന്നു. ദൈവം തൊടും എന്നൊരു ഉറച്ച വിശ്വാസം മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ വന്നു. രാവിലെ ബ്രദറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ച് പൂർണ്ണ സൗഖ്യം കിട്ടി. കൈയൊക്കെ ഒന്ന് കുടഞ്ഞു കാണിച്ചേ, കൈ പൊക്കി കാണിച്ചേ. ഉണ്ടോ? ഇടത് കൈയൊക്കെ ഇപ്പം നന്നായിട്ട് പൊക്കാം. ഒരു പേർക്കുണ്ട്. കാലൊക്കെ ഒന്ന് കുടഞ്ഞൊക്കെ കാണിക്കാവോ? ഒന്ന് ഇരുന്നെണീക്കാവോ? എഴുന്നേക്കട്ടെ. ഒന്ന് കുനിയാവോ? കുനിഞ്ഞൊക്കെ നോക്കിയേ. ഒന്ന് നട്ടലൊക്കെ തിരിച്ച്. 14 വർഷമായിട്ടുള്ള ഈ കൈക്ക് ശരിക്കും ബലക്കുറവായിരുന്നില്ല. പ്രാർത്ഥിക്കുമ്പോൾ കൈക്കൊക്കെ ഇപ്പം നല്ല ബലമായി അല്ലേ? ആമേൻ. കണ്ടോ? കൈക്കൊക്കെ നല്ല ബലമായി. രാവിലത്തെ പ്രാർത്ഥനയിൽ ഈശോ മകളെ തൊട്ടു സൗഖ്യമാക്കി. കണ്ടോ? കർത്താവിൻ്റെ സമയത്തിനു വേണ്ടിയുള്ള വിശ്വാസത്തോടെയുള്ള കാത്തിരിപ്പ്. അതാണ് വചനം പറയുന്നത്. യാക്കോബ് 5:15. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും.